ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ചാക്യാർ കൂത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് ചാക്യാർ കൂത്തിനെ കുറിച്ച് ഒന്ന് വിശദമായി പഠിച്ചാലോ. ചാക്യാർ കൂത്ത് അതിമനോഹരമായ കലയാണ് ചാക്യാർ കൂത്ത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ഒരു കലാരൂപമാണ് കൂത്ത്. ചാക്യാർ എന്ന അമ്പലവാസി വിഭാഗക്കാരാണ് കൂത്ത് നടത്താൻ അവകാശമുള്ളവർ. കൂത്ത് എന്ന പദത്തിന് നൃത്തം എന്നാണ് തമിഴിൽ അർത്ഥം. ചാക്യാർ നടത്തുന്ന കൂത്ത് മനോഹരമായ ഒരു ഏകാഭിനയമാണ്. അതിന്റെ ഉദ്ഭവം എന്നെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിൽ കൂത്തിനെ പറ്റി പരാമർശമുള്ളത് കൊണ്ട് അന്നേ ഈ കലാരൂപം ഉണ്ടായിരുന്നുവെന്ന് കരുതാം. മിഴാവും കുഴിത്താളവുമാണ് ചാക്യാർ കൂത്തിനുള്ള വാദ്യങ്ങൾ. കൂത്തിൽ മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. അതുകൊണ്ടാവാം നമ്പ്യാർക്ക് പാണിവാദർ എന്നും പേരുള്ളത്. നൈമിഷാരണ്യത്തിൽ സൂതൻ നടത്തിയ പ്രസിദ്ധമായ കഥാപ്രസംഗത്തെ അനുകരിച്ചാണ് കൂത്ത് ഉണ്ടായതെന്ന് അഭിപ്രായമുണ്ട്. ജനങ്ങളിൽ ധർമ്മബോധമുണ്ടാക്കാൻ വേണ്ടി പുരാണ കഥാംശങ്ങൾ അടങ്ങുന്ന സംസ്കൃത പ്രബന്ധങ്ങളിലെ പദങ്ങൾ ചൊല്ലിയ ശേഷം നർമ്മരസത്തോടുകൂടി മലയാളത്തിൽ അർത്ഥം വിശദീകരിക്കുകയും സന്ദർഭോചിതമായി ഹാസ്യവും പരിഹാസവും കലർത്തി വിസ്തരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കൂത്തിനുള്ളത്. രസപുഷ്ടിയോടെയുള്ള ഇത്തരം കഥാപ്രസംഗത്തോടൊപ്പം നാട്യശാസ്ത്ര വിധി പ്രകാരമുള്ള അഭിനയ ചാതുരിയും ചേർന്ന് കൂത്ത് മനോഹരമായ ഏകാഭിനയമായി മാറുന്നു. സമൂഹത്തിലെ ഉന്നതന്മാരെ പോലും പരിഹസിക്കാനുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ടായിരുന്നു. ഭാരതത്തിലെ നാട്യഗ്രഹത്തിന്റെ അവശേഷിക്കുന്ന ഏക മാതൃകയാണ് കൂത്തമ്പലങ്ങൾ. കൂത്തിന് രണ്ടംശമുണ്ട്, നാടകാഭിനയമെന്നും കഥാപ്രസംഗമെന്നും. ഇതിൽ നാടകാഭിനയത്തെയാണ് മുൻപ് കൂത്ത് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് കഥാപ്രസംഗ രൂപത്തിലുള്ള കൂത്താണ് ചാക്യാർ കൂത്ത്. പ്രബന്ധ കൂത്തെന്നും പറയും. സംസ്കൃതവും മലയാളവും അതിന്റെ പ്രാകൃതവും ഔചിത്യപൂർവം ചേർത്താണ് കൂത്തിലെ ഭാഷ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചാക്യാർ കൂത്തിനെ കുറിച്ച് വിശദമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ കണ്ടെത്തിയവർ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി.